സ്റ്റുഡിബേക്കർ പ്രസിഡൻറ്റ് കേരളത്തിൻ്റെ ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു കാറാണ്. കാര്യം കേരളത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കാർ ഒരു സ്റ്റുഡിബേക്കർ പ്രസിഡൻ്റാണ്, KLT1. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. (1926) മുതൽ 1958 വരെ മാനുഫാക്ചർ ചെയ്ത ഒരു വാഹനമായിരുന്നു സ്റ്റുഡിബേക്കർ പ്രസിഡൻറ്റ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയർ ആയിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ മോഡൽ തന്നെയായിരുന്നു. ഇത് ഒരു അപ്പ് മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്തിരുന്ന മോഡലായിരുന്നു കൊണ്ട് തന്നെ ഇതിന് വന്നിരുന്നത് ഒരു V8 സൂപ്പർ ചാർജ്ഡ് എഞ്ചിനായിരുന്നു. ഇതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 225 HP-യും മാക്സിമം സ്പീഡ് 110 miles/hour ആണ്. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായിരുന്ന ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തമ്പുരാൻ്റെ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു കാറായിരുന്നു ഈ KLT1 എന്ന് പറയുന്ന സ്റ്റുഡിബേക്കർ പ്രസിഡൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡെയിലി റൈഡ്, അതായത് കൊട്ടാരത്തിൽ നിന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും മറ്റ് ദൂരയാത്രകൾക്കും വേണ്ടി കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത് ഈ ഒരു കാറായിരുന്നു. അതുപോലെയുള്ള ഒരു സിമിലർ ഒരു കാറാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ കളർ ബ്ലൂവും സിൽവറും കലർന്ന ഒരു ഡ്യുവൽ ടോൺ ആയിരുന്നു. ഇതെന്നാൽ ഒരു റെഡും വൈറ്റും ആയിട്ടുള്ള ഒരു ഡ്യുവൽ ടോണാണ്. ഇത് വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ കാറാണ്. ഒരു ശ്രദ്ധേയമായ വണ്ടി KLT1 എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിബേക്കർ പ്രസിഡൻറ്റ് കാറുണ്ടായിരുന്നു. അതെനിക്ക് എൻ്റെ ഓർമ്മ 1958 എൻ്റെ അമ്മൂമ്മയ്ക്ക് ഒരു ഗിഫ്റ്റായിട്ട് ചിത്രനാൾ മഹാരാജാവ് കൊടുത്ത ഒരു വണ്ടിയായിരുന്നു. അതിൽ ഒരു പ്രത്യേക ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ 2 ബ്ലോവേഴ്സ് ഉണ്ടായിരുന്നു. എയർ കണ്ടീഷനിങ്ങിൻ്റെ പിൻഗാമി. അതൊരു ഈ എന്താ പറയുന്നത്, ഈ ഷാൻഡ്ലിയറിലെ ലൈറ്റ് പോലെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ 2 സാധനം ഉണ്ടായിരുന്നു. അതിൽ കൂടെ ഫ്രഷ് എയർ ഇങ്ങനെ പമ്പ് ചെയ്ത് വരുമായിരുന്നു. അതായിരുന്നു സ്റ്റുഡിബേക്കർ പ്രസിഡൻറ്റ് KLT1. 1926 പ്രൊഡക്ഷൻ ആരംഭിച്ച സ്റ്റുഡിബേക്കർ പ്രസിഡൻറ്റ് 1942 പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയും പിന്നീട് 1955 അത് ലോഞ്ച് ചെയ്യുകയും ചെയ്തു. അന്ന് അവരുടെ ഒരു ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള പവർഫുൾ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ലക്ഷറി കാർ അമേരിക്കൻ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്ത് ഇറക്കുക എന്നുള്ളതായിരുന്നു. ഇവഞ്ച്വലി 1958 ആയപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുകയും ഉണ്ടായി. 1956 ലവ്ലി യൂറോ സ്റ്റൈൽ സ്റ്റുഡിബേക്കർ ഇതിന് കുറേ കോസ്മെറ്റിക് ചേഞ്ചസ് വരുത്തി കുറച്ചുകൂടെ റീഡിസൈൻ ചെയ്യുകയുണ്ടായി. ആ ഡാഷ്ബോർഡ് ഒരു ടോട്ടലി റീഡിസൈൻഡ് ഒരെണ്ണമായിരുന്നു. സൈക്ലോപ്സ് ഐ സ്പീഡോമീറ്റർ എന്നായിരുന്നു അതിൻ്റെ ആ സ്പീഡോമീറ്ററിന് പറയുന്നത്. ആ സ്പീഡോമീറ്റർ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഡാഷ്ബോർഡിൻ്റെ മുകൾ ഭാഗത്താണ്. പ്രസിഡൻറ്റ് ക്ലാസിക്കിന് ഒരു ലോങ്ങർ വീൽ ബേസ് ആയിരുന്നു സ്റ്റാൻഡേർഡ് പ്രസിഡൻറ്റിനേക്കാൾ ഉണ്ടായിരുന്നത്. നമ്മളീ കാണുന്നത് സ്റ്റുഡിബേക്കർ ക്ലാസിക് പ്രസിഡൻ്റാണ്. ഇപ്പോഴും എനിക്കൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നും. KLT1 കൊട്ടാരത്തിൽ നിന്ന് പോയത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്നു. പെട്രോൾ എഞ്ചിൻ. അതെ അതെ, ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് 90s എന്തോ ആണ് വണ്ടി ഇതിന് ഓപ്ഷന് വെച്ചിരുന്നു. മനോരമ പേപ്പറിൽ വന്നു 33,000 rupees എന്തോ ആയിരുന്നു. എനിക്ക് വേഗമായിട്ടൊരു മെമ്മറി ഇപ്പോഴും ഉണ്ട്. സാധാരണ അതിന്റെ ഈ ഫയറിംഗ് ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി മാനുവലൊന്നും ഇല്ല. അപ്പൊ ഈ പേപ്പർ കൊണ്ട് ബോൾ ഉണ്ടാക്കിയിട്ട് എല്ലാ പ്ലഗ്സും ഇതുപോയിട്ട് സിലിണ്ടറിൽ ഈ ബോൾ വെച്ചു കറക്കി. ഫയറിംഗ് ഓർഡർ അനുസരിച്ച് ഈ ബോൾ കത്തും അല്ല വെളിയിൽ പോകും. അതനുസരിച്ച് പുള്ളി റീസെറ്റ് ചെയ്തു എഞ്ചിൻ. അത്രയും സ്കില്ലുള്ള ആളുകൾ ഇപ്പൊ സ്പീഡോമീറ്റർ ഇങ്ങനെ റൊട്ടേഷൻ സ്പീഡോമീറ്റർ ആയിരുന്നു. ഇതുപോലെയല്ല അല്ലേ? ഡിജിറ്റൽ എഴുതി മനസ്സിലായി. 15 മനസ്സിലായി. ഈ നമ്പർ ലോക്ക് ഒക്കെ പോലെ. അത് ശരി. നല്ല വണ്ടിയായിരുന്നു. 3 ഗിയർ മറ്റോ ആയിരുന്നു തോന്നുന്നു. സാറിന് അത് നല്ല മെമ്മറി ഉണ്ടോ? ഉണ്ട്, ഞാൻ ഓടിച്ചിട്ടുണ്ട്. വിൽക്കുന്നതിന് മുമ്പ് ഞാൻ ഓടിച്ചിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരുന്നു. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരുന്നു. കോളം ഷിഫ്റ്റ്. ബാക്ക് 2 എക്സോസ്റ്റും
ഡ്യുവൽ എക്സോസ്റ്റ്. ഓക്കെ. പവർ ഭയങ്കര, അതെ, അറിയില്ല. അറിയില്ല. V8 പെട്രോൾ മറ്റായിരിക്കും. 8 സിലിണ്ടർ ആകുമ്പോൾ. അതെ 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 അതെ. അത് പിന്നെ കോളം ഷിഫ്റ്റ് അല്ലായിരുന്നോ ഗിയറിൽ? പിന്നെ ഇത് അംബാസഡറിൻ്റെ ഒക്കെ പോലെ തന്നെ. ഇതൊരു കോളം ഷിഫ്റ്റ് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അക്കാലത്തെ ഒട്ടുമുക്കാലും വാഹനങ്ങൾക്കെല്ലാം കോളം ഷിഫ്റ്റ് ആയിരുന്നു. ഇതിൽ നമുക്കൊരു ഔട്ട് ഓഫ് മാർക്കറ്റ് ഫിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു എയർ കണ്ടീഷണർ കാണാം. ഈ കാണുന്ന സിൽവർ ഒരു ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക്. ഇതിൻ്റെ സീറ്റ് കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ ടൈപ്പ് കുഷനിങ്ങോട് കൂടി വന്ന ഒരു സീറ്റിംഗ് ആയിരുന്നുകൊണ്ട് തന്നെ അറ്റ്മോസ്റ്റ് കംഫർട്ട് പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു വാഹനമായിരുന്നു സ്റ്റുഡിബേക്കർ പ്രസിഡൻറ്റ്. സ്റ്റുഡിബേക്കർ പ്രസിഡൻറ്റ് ക്ലാസിക്കിൻ്റെ ഈ റിവ്യൂ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.